നീക്കുപോക്കുകളൊക്കെ ഉണ്ട് അവർ തമ്മിൽ. ഷെയർ ഹോൾഡേഴ്സ് അയാളുടെ പേരിലായിരിക്കും ചിലപ്പോൾ ഇയാളെ പൈസയ്ക്കും മറ്റേ ആളെ പേരിലേക്കും എന്തുണ്ടാവുക, കാരണം അയാൾക്ക് വേറെ ടാക്സ് കുറവാണെങ്കിൽ അയാളെ പേരിലേക്ക് മാറ്റും. അങ്ങനെ അവർ തമ്മിലുള്ള കുറേ നീക്കുപോക്കുകൾ ഉണ്ടാവില്ല ബിസിനസ്മാൻമാർ തമ്മിൽ. അതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു, ആഗ്രിഗേഷനിൽ ഉൾപ്പെടുന്നു. ഡീംഡ് ഇൻകം. എന്താണ് ഈ ഡീംഡ് ഇൻകം നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പറയുക, ക്യാഷ് ക്രെഡിറ്റ് ഇതൊക്കെ പറഞ്ഞു അല്ലേ. ഡീംഡ് ഇൻകം എന്താ നോക്കാം. എന്താ ഡീംഡ് ഇൻകം? ഇറ്റ് ഈസ് അസസി ഇറ്റ്സ് ലേബിൾ പേ ഇൻകം ടാക്സ് ഇസ് ഓൺ ഇൻകം ബട്ട് ദേ ആർ certain such income amounts which apparently are not the income of the assessee even they are deemed to be income of assessee under the various provisions of Income Tax Act. Such incomes are added in the income of us are called deemed income. മനസ്സിലായോ എന്താ പറഞ്ഞത്? എവറി അസസി ഈസ് ലയബിൾ ടു പേ ഇൻകം ടാക്സ് ഓൺ ഹിസ് ഓൺ ഇൻകം. എല്ലാ ബിസിനസ്മാൻമാരും അവർക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു ഭാഗം ടാക്സായി അടയ്ക്കണം നിർബന്ധമാണ്. ബട്ട് ദർ ആർ certain such income in amount which apparently are not the income of assessee. കാരണം അവർക്ക് വരാതെ വരുന്ന ചില ഇൻകം ഉണ്ട്, ഗവൺമെൻറ് അറിയാതെ വരുന്ന ചില ഇൻകം. ഈവൻ ദേ ആർ ഡീംഡ് ടു ബി ഇൻകം ഓഫ് ദി അസസി അണ്ടർ ദ വേരിയസ് പ്രൊവിഷൻ ഓഫ് ഇൻകം ടാക്സ് ആക്ട്. ഇൻകം ടാക്സ് ആക്ടിൻ്റെ പ്രൊവിഷനിൽ ഉൾപ്പെടാത്ത ഈ ഒരു തരം ഇൻകമിനെയാണ് ഡീംഡ് ഇൻകം എന്ന് പറയുന്നത്. വാട്ട് ഈസ് ക്യാഷ് ക്രെഡിറ്റ്? എന്താണ് ക്യാഷ് ക്രെഡിറ്റ്? അതായത് സെക്ഷൻ 68 നമ്മുടെ ഫിനാൻഷ്യൽ ആക്ട്, ഇൻകം ടാക്സ് ആക്ട് 1961 സെക്ഷൻ 68 പ്രകാരം പറയുന്ന ക്യാഷ് ക്രെഡിറ്റ്. വാട്ട് ഈസ് ക്യാഷ് ക്രെഡിറ്റ്? എനി amount credited in the books of amount of assessee to previous year which access does not offer satisfactory explanation regarding nature and source of such credit to the accessing officer, then the credited amount may be added the income of assessee and tax may be charged on it. Share application money and share capital security premiums reserve ഒക്കെ എന്തിൽ ഉൾപ്പെടുന്നു? നമ്മുടെ ഈ ഒരു ക്യാഷ് ക്രെഡിറ്റിൽ. എന്താണ്? എനി amount credited in the books of accounts of assessee in the previous year, that is cash credit. ഒരു അസസീൻ്റെ എമൗണ്ട് ബുക്കിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്ന പ്രീവിയസ് ഇയറിലെ ഇൻകം ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയുന്നു. ദെൻ അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ്? നമ്മൾ നിക്ഷേപം നിങ്ങൾക്കറിയാം അല്ലേ, ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ്? നമ്മളെ കയ്യിൽ നമ്മൾ സേവ് ചെയ്യുന്ന സംഭവമാണ് നിക്ഷേപം. അത് സെക്ഷൻ 69 പറയുന്നത്. അവനവൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്. എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ്? അവനവൻ്റെ കയ്യിലെ നിക്ഷേപമാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. ദ പ്രീവിയസ് ഇയർ ദ അസസി ഹാസ് മെയ്ഡ് ഹിസ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് റെക്കോർഡ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എനി മെയിൻറ്റെയിൻഡ് ബൈ ഹിം അൺഎക്സ്പ്ലെയിൻ മണി അല്ല നമ്മൾ പറയുന്നതിൽ അൺഎക്സ്പ്ലെയിൻ ആൻഡ് അൺഎക്സ്പ്ലെയിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്നല്ലേ. ഇൻ ദ അസസി ഓഫീസർ ദ വാല്യൂ ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് വി ഡീം ടു ദ ഇൻകം ഓഫ് അസസി ഫോർ സച്ച് പ്രീവിയസ് ഇയർ ടാക്സ് വിൽ ബി ഇമ്പോർട്ട് സച്ച് ഇൻകം അല്ലേ. അത് ഡീംഡ് ഇൻകം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നില്ലേ. ഡീംഡ് ഇൻകം അവർക്ക് കിട്ടുന്ന അല്ലാതെ ഗവൺമെൻറ് ചാർജബിൾ അല്ലാത്ത ഇൻകമാണ് ഡീംഡ് ഇൻകം നമ്മൾ പറഞ്ഞു. അതിൻ്റെ ആ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അൺഎക്സ്പ്ലെയിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അൺഎക്സ്പ്ലെയിൻ മണി. എന്താണ് അൺഎക്സ്പ്ലെയിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് അൺഎക്സ്പ്ലെയിൻ മണി? ദാറ്റ് ഈസ് ക്യാഷ്. ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. ഡീംഡ് ഇൻകത്തിലും അൺഎക്സ്പ്ലെയിൻഡ് മണി. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് എക്സെട്രാ ഫുള്ളി ഡിസ്ക്ലോസ്ഡ് ഓൺ ദി ബുക്സ് ഓഫ് അക്കൗണ്ട് സെക്ഷൻസ് 69 പറയുന്നത്. ഓക്കെ, എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ടിനെ പറ്റി. നെക്സ്റ്റ് ഇതിൽ അൺഎക്സ്പ്ലെയിൻ എക്സ്പെൻഡിച്ചർ ഉണ്ട്. എമൗണ്ട് ബോറോഡ് റീപെയ്ഡ് ഓഫ് ടാക്സേഷൻ ഓഫ് ഡീംഡ് ഇൻകംസ് അല്ലേ. അതിൻ്റെ ടാക്സേഷനെ പറ്റി, ഡീംഡ് ഇൻകത്തിൽ വരുന്ന ടാക്സേഷനെ പറ്റി ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അത് നോക്കുക. ക്ലബിംഗ് ഓൺ ഇൻകംസ്. എന്താണ് ക്ലബ് ചെയ്യുന്നത്? അതായത് എ സ്ലാബ് സിസ്റ്റം വാസ് ഫോളോഡ് ടു ചാർജ് ഇൻകം ടാക്സ് ഓൺ ദ ടോട്ടൽ ഇൻകം ഓൺ ദ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ ഒരു ശരാശരി എന്തായിട്ട് പോകുന്നു? നമ്മുടെ ഇൻകം ടാക്സിൽ ഉൾപ്പെടുന്നു. ദാറ്റ്സ് കോൾഡ് സ്ലാബ്ഡ് സിസ്റ്റം. പ്രോഗ്രസീവ് ടാക്സ് സിസ്റ്റം ഈസ് ഫോളോ ദെർഫോർ ദർ ആർ പ്രോഗ്രസീവ് റേറ്റ് ഓഫ് ടാക്സ് ഇൻ ഇൻകം ടാക്സ് സിസ്റ്റം. Then next നമുക്ക് ഇതിൽ സാലറി, കമ്മീഷൻ, ഫീസ് ആൻഡ് എനി അതർ റെമ്യൂണറേഷൻ ഇൻ സ്പൗസ്. സാലറി എന്താണ്, കമ്മീഷൻ, ഫീസ്, ഇതൊക്കെ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുണ്ട് നെക്സ്റ്റ് അല്ലേ. കമ്പ്യൂട്ടിംഗ് ദ ടോട്ടൽ ഇൻകം ഓഫ് ഇൻഡിവിജ്വൽ ദർ ആർ ഷാൽ ബി ഇൻക്ലൂഡഡ് ഓൾ ദ സച്ച് ഇൻകം അറൈസസ് ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി ടാക്സസ്.
ഡയറക്റ്റ് ടാക്സസും ഇൻഡയറക്റ്റ് ടാക്സ് നമ്മളിത് ഫസ്റ്റിൽ നമ്മൾ ഈ ഒരു ഇൻകം ടാക്സ് ആൻഡ് മാർക്കറ്റിംഗ് എന്നുള്ള സെക്ഷൻ തുടങ്ങുമ്പോൾ നമ്മൾ ഡിസ്കസ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, ഇൻകം ടാക്സ് ഡയറക്റ്റ് ടാക്സ് ആണ് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു അല്ലേ. അല്ല, മിസ് അത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. ഡയറക്റ്റ് ടാക്സ് ഇൻകം ടാക്സ് എന്ത് ടാക്സ് ആണ്? ഡയറക്റ്റ് ടാക്സ്. അത് ഇവിടെ പറയാൻ എന്താ കാരണം? ഇറ്റ്സ് സാലറി, കമ്മീഷൻ, ഫീസ്, എനി അതർ ദാൻ റെമ്യൂണറേഷൻ ഓഫ് വെദർ ഇൻ ക്യാഷ് ഓർ കൈൻഡ് ഫ്രം കൺസേൺ ഇറ്റ് സച്ച് ഇൻഡിവിജ്വൽ ഹാസ് എ സബ്സ്റ്റൻഷ്യൽ ഇൻട്രസ്റ്റ്. അതിപ്പോൾ എന്തായാലും കമ്മീഷൻ ആവട്ടെ, സാലറി കിട്ടുന്ന അലവൻസ്, കമ്മീഷൻ, അവർക്ക് എന്തെങ്കിലും റെമ്യൂണറേഷൻ അതൊക്കെ കൊടുക്കുമ്പോൾ അതൊക്കെ എന്തിലാണ്? ഇറ്റ് കൺസേൺ വിത്ത് സച്ച് ആൻ ഇൻഡിവിജ്വൽ ഹാസ് ആൻ സബ്സ്റ്റൻഷ്യൽ ഇൻട്രസ്റ്റ് എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. ദീസ് പ്രൊവിഷൻ വിൽ നോട്ട് അപ്ലൈ ഇൻ ദ ഇൻകം ഓഫ് സച്ച് സ്പൗസ് ഹു പൊസസ്സസ് ദ ടെക്നിക്കൽ ഓർ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആൻഡ് ദ ഇൻകം ഈസ് സോളൻലി ആട്രിബ്യൂട്ട് ദ ആപ്ലിക്കേഷൻ ഓഫ് ഹിസ് ടെക്നിക്കൽ ഓർ പ്രൊഫഷണൽ നോളജ് ഓഫ് എക്സ്പീരിയൻസ്. അവരുടെ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ടായിരിക്കും പിന്നീട് അവർക്ക് കിട്ടുന്ന ഓരോ എന്താ പറയുക, അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ആ ഒരു ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. In case of company, an individual is deemed to have substantial interest in the beneficiary has of 20 share along his relatives and time during the previous year. The share must be carrying voting the rights. Income from asset transferred spouse. So section 64 പറയുന്നത് income from assets transferred to spouse. ഇൻകം ഫ്രം അസറ്റ്സ്, അതായത് അസറ്റ്സ് മീൻസ് അവനവൻ്റെ കയ്യിലുള്ള സ്വത്ത് അല്ലെങ്കിൽ പ്രോഫിറ്റിനെ വിളിക്കുന്ന പേരാണ് ഇൻകം ഫ്രം അസെറ്റ് ട്രാൻസ്ഫേർഡ് ബൈ സ്പൗസ്. അത് എങ്ങോട്ട് മാറ്റുന്നു? സ്പൗസിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ, ഒരു സ്പൗസിൻ്റെ പേരിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന അസറ്റ്സിൻ്റെ ഒരു പ്രത്യേകതകൾ എന്താണ്? ഇഫ് ദ ട്രാൻസ്ഫർ ഈസ് മെയ്ഡ് ഓഫ് ആഡിക്കേറ്റ് കൺസിഡറേഷൻ, അതെന്തായിരിക്കും? ആഡിക്കേറ്റ് കൺസിഡറേഷൻ ആയിരിക്കും. നെക്സ്റ്റ്, ദ ട്രാൻസ്ഫർ ഈസ് മെയ്ഡ് അണ്ടർ ദ അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ സ്പൗസ് ടു ലീവ് അപ്പാർട്ട്. Such separation may be judicial and voluntary. അത് ജുഡീഷ്യലി ആൻഡ് വളണ്ടറിലി കറക്റ്റ് ഓർഡർ പ്രകാരമായിരിക്കും. ഇൻകം ഫ്രം അസറ്റ്സ് ട്രാൻസ്ഫേർഡ് ടു ഡോട്ടർ ഇൻ ലോ. എന്താണ് ഡോട്ടർ ഇൻ ലോ എന്ന് പറയുന്നത്? ഇൻകം ഫ്രം അസെറ്റ് ട്രാൻസ്ഫേർഡ് ടു എ പേഴ്സൺ ഓർ എ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഫോർ ദി ബെനിഫിറ്റ് ഓഫ് സ്പൗസ്. അതായത് ഒരു ഇൻകം ഫ്രം അസറ്റ്സ്, നമുക്ക് ഒരു സ്വത്തിൽ നിന്ന് കിട്ടുന്ന ഇൻകം ട്രാൻസ്ഫർ ടു എ പേഴ്സൺ, മറ്റുള്ള ഒരാൾക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് അസോസിയേഷൻ ഓഫ് എ, അതല്ലെങ്കിൽ അതൊരു പേഴ്സണോ അല്ലെങ്കിൽ അതൊരു അസോസിയേഷനോ കൈമാറുകയാണെങ്കിൽ ഇറ്റ്സ് ദ ബെനിഫിറ്റ് ഓഫ് സൺസ് വൈഫ്. ഓക്കെ, അത് സൺസ് വൈഫും ആൻഡ് ദ ഡോട്ടർ ഇൻ ലോ ഒക്കെ പറയുന്നു അല്ലേ. അവർക്കൊക്കെ എന്താണ്? കൺസെഷൻ ഉണ്ടാവും. ഇൻകം ദ സ്പൗസ് ഓഫ് സൺസ് വൈഫ് ഫ്രം ഇൻവെസ്റ്റ്മെന്റ് ട്രാൻസ്ഫർ. ബട്ട് ദ ഇൻഡിവിജ്വൽ ഹാസ് ട്രാൻസ്ഫേർഡ് ബൈ അസെറ്റ് ഡയറക്ട്ലി ഇൻഡയറക്ട്ലി ആൻഡ് സ്പൗസ് ഓൺ ദ സൺസ് വൈഫ് ആൻഡ് അസെറ്റ് ഇൻവെസ്റ്റഡ് ബൈ ട്രാൻസ്ഫറൻസ്. അപ്പോൾ ഇൻകം, ഇവർക്കൊക്കെ കിട്ടുന്ന ഇൻകം റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഒരു എന്താണ് ടാക്സ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അത് അവർ വർക്ക് ചെയ്യുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അവർക്ക് എന്താവും? സാലറിയിൽ മാറ്റം ഉണ്ടാവും, അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് മാറും, അതിനനുസരിച്ച് അവരുടെ സാലറി ടാക്സ് ആയിട്ട് പോവും. അതൊക്കെ നമ്മൾ പറയും. നെക്സ്റ്റ്, ഇൻകം ഓഫ് എ മൈനർ ചൈൽഡ്. ഒരു ചെറിയ മൈനർ ചൈൽഡിൻ്റെ ഇൻകമിനെ പറ്റി പറയുകയാണെങ്കിൽ എവറി ഇൻകം ഓഫ് എ മൈനർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രായപൂർത്തിയാവാത്ത, ഗവൺമെൻറ്റിലേക്ക് ആ വയസ്സ് പ്രകാരം ആവാത്ത മൈനർ ചൈൽഡ്, നോട്ട് ബീങ് എ മൈനർ ചൈൽഡ് സഫറിംഗ് ഫ്രം എനി ഡിസബിലിറ്റി ഓൺ ദ നേച്ചർ സ്പെസിഫൈഡ് ഇൻ സെക്ഷൻ 8 ഷാൽ ബി ഇൻക്ലൂഡഡ് അറ്റ് ഇൻകം ദ ഹിസ് ഓർ പാരന്റ്. ഇൻകം ഇൻക്ലൂഡ്സ് ബോത്ത് വിച്ച് അറൈസസ് ദ മൈനർ. ഹവർ ദ ഫോളോയിങ് ഇൻകം ഷാൽ നോട്ട് ഇൻക്ലൂഡഡ്. അപ്പം താഴെ പറയുന്നത് അതിലേക്ക് ഇൻക്ലൂഡഡ് ആവാത്ത ചില പോയിന്റ്സ് ആണ്. ഇൻകം ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് പാരന്റ്, അതിൻ്റെ എക്സാമ്പിളാണ് രണ്ടെണ്ണം കൊടുത്തത്. ഇൻകം ഓഫ് അറൈസസ് ഓർ minor child on account of manual work done by him. Income that arises of minor child from any involved application of his skill and talent, specialized knowledge and experience. Rules of clubbing a minor's income of parent as a under. ഓക്കെ, അപ്പോൾ മൈനർ ആയിട്ട് വേർ ദ മാരേജ് ഓഫ് ഹിസ് പാരന്റ് സബ്സിസ്റ്റ് ഇൻകം ഷാൽ ബി ക്ലബ്ഡ് ഇൻ ഇൻകം ഓഫ് പാരന്റ് ഹോൾസ് ടോട്ടൽ ഇൻകം ആൻഡ് ഗ്രേറ്റർ. ഫോർ എക്സാമ്പിൾ, ദ പ്രീവിയസ് ഇയർ ഇൻകം മദർ ഓഫ് 6,000 ആൻഡ് ഫാദേഴ്സ് ഇൻകം ഇൻ 7,000. ദർ ഈസ് നോ ഇൻകം ഓഫ് പ്രീവിയസ് ഇയർ 2 lakhs മനി. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും അവർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങൾ സംഭവിക്കും. അതിൻ്റേതായ എന്ത് കിട്ടും? അലവൻസും പെൻഷനും ഒക്കെ കിട്ടും. ഇൻകം ഫ്രം കൺവേർട്ടഡ് ഓഫ് പ്രോപ്പർട്ടി, അവിടെ സ്വത്ത് അവർ കൈമാറ്റം ചെയ്യുകയാണെങ്കിലും എന്താണ്? ഗവൺമെൻറ്റിൻ്റെ
കീഴിലുള്ള ഗവൺമെൻറ് എന്തായിരിക്കണം, ഗവൺമെൻറ് അറിഞ്ഞിരിക്കണം അവരുടെ റിലേറ്റീവ്സിനും. അതായത് അവിടെ ജോലിയിൽ നിന്ന് മരിച്ചു പോയാലും അവർക്ക് എന്തുണ്ട് അതിൻ്റെതായ കൺസെഷനും കാര്യങ്ങളൊക്കെ കിട്ടും.